വിരിഞ്ഞിട്ടും കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് അവഗണനയോ? ലൈവ് അറ്റ് 6 സ്വാഗതം. നോക്കാം പ്രധാന തലക്കെട്ടുകൾ. ജനപ്രിയമല്ലാത്ത പ്രഖ്യാപനങ്ങളുമായി മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റ്. The limit of Mudra loans will be enhanced to 20 lakh from the current 10 lakh for those entrepreneurs who have availed and successfully repaid previous loans under the Tarun category. ആദായ നികുതി ഘടന പരിഷ്കരിച്ചു. പുതിയ സ്കീമിൽ 3 ലക്ഷം വരെ നികുതിയില്ല. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ വർധനവും പുതിയ സ്കീമിൽ മാത്രം. മുദ്രാ ലോൺ 10 ലക്ഷത്തിൽ നിന്ന് 20 ലക്ഷമാക്കി. പണപ്പെരുപ്പം നിയന്ത്രണത്തിലെന്ന് ധനമന്ത്രി. സ്വർണത്തിനും വെള്ളിക്കും പ്ലാറ്റിനത്തിനും വില കുറയും. മൊബൈൽ ഫോൺ, ചാർജർ, തുകൽ, വസ്ത്രം വില കുറയും. ബീഹാറിനും ആന്ധ്രയ്ക്കും വാരിക്കോരി സഹായം. 1. Patna Purnia Expressway. 2. Buxar Bhagalpur Expressway. 3. Bodh Gaya, Rajgir, Vaishali and Darbhanga spurs. And 4. Additional 2-lane bridge over River Ganga at Buxar at a total cost of 26,000 crore rupees. ആന്ധ്രയ്ക്ക് 15,000 കോടിയുടെ പാക്കേജ്. ഹൈദരാബാദ് ബംഗളൂരു വ്യവസായ ഇടനാഴി. ബീഹാറിന് 4 എക്സ്പ്രസ് പാതകൾ ഉൾപ്പെടെ റോഡ് വികസനത്തിന് 26,000 കോടിയും ഊർജ്ജ പ്ലാന്റിന് 21,000 കോടിയും. MP വന്നിട്ടും കേരളത്തിന് എയിംസ് ഇല്ല. BJP അക്കൗണ്ട് തുറന്നപ്പോൾ സംസ്ഥാനത്തിന്റെ അക്കൗണ്ട് പൂട്ടിയെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. പരിഗണിച്ചത് 2 സംസ്ഥാനങ്ങളെ മാത്രം. ഇത്രയും കേരള വിരുദ്ധമായ, കേരളത്തിന്റെ ഏറ്റവും ന്യായമായ ഒരു കാര്യങ്ങളും സംരക്ഷിക്കാൻ തയ്യാറാവാത്ത ഒരു ബഡ്ജറ്റ് ആയിപ്പോയി ഇത് എന്ന് അങ്ങേറ്റം പ്രതിഷേധത്തോടെയും വിഷമത്തോടു കൂടിയാണ് പറയുന്നത്. സങ്കുചിത രാഷ്ട്രീയ താൽപര്യങ്ങളെന്ന് ഇന്ത്യ മുന്നണി. സ്വഭാവം നിലനിർത്തിക്കൊണ്ടുള്ള ഒരു ബഡ്ജറ്റ് അല്ല, തികച്ചും സങ്കുചിതമായ രാഷ്ട്രീയ താൽപര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. കേരളത്തോടുള്ള കനത്ത വിവേചനം തന്നെയാണ് ഇത്തരം കാര്യങ്ങളിൽ കേവല പരാമർശം പോലും ഇല്ലാത്തത്. എട്ടാം നാളും പ്രതീക്ഷയോടെ കേരളം. അർജുനായി തെരച്ചിൽ ഗംഗാവലി പുഴയിൽ. നാവികസേനയും ദേശീയ ദുരന്ത നിവാരണ സേനയും സംയുക്തമായി തെരച്ചിൽ തുടരുന്നു. ബോട്ടിൽ സഞ്ചരിച്ച മെറ്റൽ ഡിറ്റക്ടർ പരിശോധന. റഡാറിന്റെ സിഗ്നൽ മാപ്പ് പുറത്ത്. നീറ്റിൽ പുനഃപരീക്ഷയില്ല. വ്യാപക ക്രമക്കേടിന് തെളിവില്ലെന്ന് സുപ്രീം കോടതി. ചോദ്യപേപ്പർ ചോർച്ച പാട്നയിലും ഹസാരിബാഗിലും. നേട്ടമുണ്ടായത് 155 വിദ്യാർത്ഥികൾക്കെന്നും കോടതി. CBI അന്വേഷണം അന്തിമഘട്ടത്തിലല്ല. നിപ പ്രതിരോധം ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. പരിശോധനാ ഫലങ്ങളെല്ലാം നെഗറ്റീവ്. മലപ്പുറത്ത് വവ്വാലുകളിൽ വൈറസ് പരിശോധന. തെറ്റായ വിവരം പരത്തുന്നവർക്കെതിരെ കേസെടുക്കുമെന്ന് ആരോഗ്യമന്ത്രി. പള്ളിത്തർക്കത്തിലെ കോടതി വിധി പാലക്കാട് ജില്ലയിലും നടപ്പാക്കാനാവാതെ പോലീസ്. പള്ളികളിൽ പോലീസിനെ തടഞ്ഞ യാക്കോബായ സഭാവിശ്വാസികൾ. ക്രമസമാധാന പ്രശ്നം കോടതിയെ അറിയിക്കുമെന്ന് ജില്ലാ ഭരണകൂടം. മലപ്പുറത്ത് കുടുംബ കോടതിയിൽ വീട്ടമ്മയ്ക്ക് വെട്ടേറ്റു. വണ്ടൂർ സ്വദേശിനി ശാന്തയെ വെട്ടിയത് മരുമകൻ. ആക്രമിച്ചത് കത്തിയും വാളും ഉപയോഗിച്ച്. പ്രതി പോലീസ് കസ്റ്റഡിയിൽ. കേരളം പ്രതീക്ഷ കൈവിടുന്നില്ല. അർജുനായി 8ാം നാളും തെരച്ചിൽ.
കർണാടകത്തിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ ലോറിയടക്കം കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനായി ഗംഗാവലി നദിയിൽ തെരച്ചിൽ തുടരുകയാണ്. പുഴയും കരയും ചേരുന്ന പ്രദേശത്താണ് 8ാം ദിവസവും തെരച്ചിൽ പുരോഗമിക്കുന്നത്. കരയിൽ നിന്ന് മാറി 40 മീറ്റർ അകലെ പുഴയിൽ സിഗ്നൽ ലഭിച്ച സ്ഥലത്തും നാവികസേന തെരച്ചിൽ നടത്തുന്നുണ്ട്. അർജുനെ കാണാതായി 8ാം ദിവസമാണെന്ന്. അതിനിടെ ഷിരൂരിൽ കാണാതായ സ്ത്രീയുടെ മൃതദേഹം ലഭിച്ചു. മൃതദേഹം ഹന്ന ഹനുമന്തപ്പ എന്ന സ്ത്രീയുടേതെന്നാണ് സംശയം. പുഴയുടെ മറുകരയിൽ വെള്ളം ഉയർന്നപ്പോഴാണ് ഇവരെ കാണാതായത്. വിവരങ്ങളുമായി ഷിരൂരിൽ നിന്ന് KV ബൈജു തത്സമയം ചേരുന്നു. ഒപ്പം ന്യൂസ് ഡെസ്കിൽ നിന്ന് സുവി വിശ്വനാഥനും ചേരുന്നു. നമുക്കൊപ്പം ആദ്യം ബൈജുവിലേക്ക്. ബൈജു, 25 അടിയിലേറെ താഴ്ച, ആ രീതിയിൽ നടത്തുന്ന പരിശോധന പ്രധാനമായും പുഴയിൽ ഇന്ന് ഈ മിനിറ്റ് വരെ നടത്തിയ പരിശോധനകളിൽ പ്രതീക്ഷയുടെ എന്തെങ്കിലും കണങ്ങൾ ഉണ്ടായോ? ലഭിച്ച സിഗ്നലുകൾ അതെന്താണ് പറയുന്നത്? അപർണ, നാവികസേനയുടെയും അതുപോലെ തന്നെ കരസേനയുടെയും ഒപ്പം സംസ്ഥാനത്തെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിൽ ഇപ്പോൾ ഊർജിതമായി തന്നെ മുന്നോട്ട് പോകുന്നു. അപ്പോഴും നിരാശ എന്നത് ഈ ലോറി കണ്ടെത്താനായിട്ടില്ല, അർജുനെ കണ്ടെത്താനായിട്ടില്ല. അതുപോലെ തന്നെ ഇവിടെ നിന്നും കാണാതായ മറ്റ് 2 പേരുണ്ട്, അവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നത് തന്നെയാണ്. പക്ഷേ പ്രതീക്ഷ പകരുന്നത് കാർവാർ MLA സതീഷ് റായുടെ വാക്കുകളാണ്. നാളെ 2 ബൂം മെഷീനുകൾ എത്തിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഇവിടെയുള്ള മണ്ണ് നീക്കം ചെയ്ത് ഇത്തരത്തിൽ ലോറി ഉണ്ടോ എന്ന് കണ്ടെത്താൻ സാധിക്കും. എന്തായാലും തിരച്ചിൽ 7 മണിയോടുകൂടി ഇന്ന് അവസാനിപ്പിക്കുമെന്നാണ് ഏറ്റവും ഒടുവിലായി നമുക്ക് ലഭിക്കുന്ന വിവരം. രാത്രി തിരച്ചിൽ സാധ്യമല്ല, കാരണം വലിയ തോതിൽ മണ്ണിടിച്ചൽ ഭീഷണി നിലനിൽക്കുന്നു. നമുക്കറിയാം, രാവിലെ മുതൽ തന്നെ വലിയ മഴയാണ് ഈ പ്രദേശങ്ങളിൽ. ശക്തമായ കാറ്റും മഴയും പ്രതികൂല കാലാവസ്ഥയാണ്. ഏതായാലും ഈ പ്രതികൂല കാലാവസ്ഥയിലും പുഴയിലുള്ള തിരച്ചിലിന് ഒരു കുറവും വന്നിട്ടില്ല. മുഴുവൻ സമയവും തിരച്ചിൽ ആ രീതിയിൽ തന്നെ തുടരുന്നു. കരയിലുള്ള മണ്ണ് മുഴുവൻ നീക്കം ചെയ്ത് കഴിഞ്ഞു. ഇനി പുഴയിലുള്ള മണ്ണാണ് നീക്കം ചെയ്യാനുള്ളത്. ഏതായാലും ഈ മണ്ണ് നീക്കം ചെയ്ത് പരിശോധന നടത്തുന്നതല്ലാതെ മറ്റ് വഴികൾ ഇല്ലാത്തൊരു അവസ്ഥയാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള 2 ബൂം മെഷീനുകൾ നാളെ രാവിലെ ഇവിടെ എത്തിക്കുന്നത്. എന്തായാലും അത് വരുന്നതോടുകൂടി ഈ തെരച്ചിലിന്റെ വേഗത കൈവരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷെ അപ്പോഴും ഉയരുന്ന ചോദ്യം, 8 നാളായിരിക്കുന്നു അർജുനെയും ലോറിയെയും ഒപ്പം ഇവിടെയുള്ള 2 ആളുകളെയും കാണാതായിട്ട്. ഏതായാലും നേരത്തെ ഈ കാണാതായ സ്ത്രീയുടെ മൃതദേഹം ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇനി 2 പേരുടെ കൂടി ഇത്തരത്തിൽ കാണാതായിട്ടുണ്ട്, അവരെ കൂടി കണ്ടെത്താനുണ്ട്. അർജുന് പുറമെ 2 പേരാണ് ഇത്തരത്തിൽ കാണാതായിട്ടുള്ളത്. ഏതായാലും ഈ ചായക്കടയുടെ സമീപത്തുള്ള മണ്ണാണ് ആദ്യം നീക്കം ചെയ്യുക. ഒപ്പം റഡാർ സിഗ്നൽ നേരത്തെ ലഭിച്ച ആ സ്ഥലം, അവിടെ ഇന്ന് പരിശോധന നടത്തിയതിൽ ഒന്നും കണ്ടെത്താനായിട്ടില്ല. പ്രത്യേകിച്ച് പാറ ഭാഗമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഈ റഡാർ സിഗ്നലിൽ അത്തരം വസ്തുക്കൾ കാണിക്കും. പക്ഷെ അത് ലോറിയുടേതല്ല എന്ന് ഇപ്പോൾ സ്ഥിരീകരണം ലഭിച്ചിട്ടില്ലെങ്കിലും ആ പ്രദേശത്തൊന്നും കാണാനായിട്ടില്ല എന്നാണ് പറയുന്നത്. അതേസമയം മുങ്ങൽ വിദഗ്ധരുടെ പരിശോധനയും ഇന്ന് നടന്നു. ഏതായാലും പുഴയുടെ അടിത്തട്ടിൽ നിന്നും അത്തരത്തിലുള്ള വസ്തുക്കൾ ഒന്നും കണ്ടെത്തിയിട്ടില്ല എന്നതാണ് ഏറ്റവും വേദനാജനകമായ കാര്യം. കാരണം ഈ ലോറി, അത്രയും വലിയൊരു ലോറി, ഒപ്പം ഇതിൽ നിരവധി മരം ഒക്കെ ഉള്ള ഒരു ലോറിയാണ്. ആ മരത്തിന്റെ അത്തരത്തിൽ വസ്തുക്കൾ ഒന്നും തന്നെ കണ്ടെത്താനായിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഈ കരയോട് ചേർന്ന് നിൽക്കുന്ന ഭാഗത്ത് വലിയ തോതിൽ മണ്ണ് അടിഞ്ഞുകൂടിയിട്ടുണ്ട്. കാരണം ഈ കുന്ന് ഒന്നാകെ ഇടിഞ്ഞു താഴ്ന്നതാണ് ആ ഭാഗങ്ങളിലാണ് ഇനി പരിശോധന നടത്തേണ്ടത്. അങ്ങനെയാണെങ്കിൽ നാളെ ഇത്തരത്തിൽ ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് തെരച്ചിൽ നടത്തിയാൽ മാത്രമേ, ആ മണ്ണ് നീക്കം ചെയ്താൽ മാത്രമേ അവിടേക്ക് എത്താൻ പറ്റൂ. അത്ര ആഴത്തിൽ മണ്ണ് അവിടെ. തീർച്ചയായിട്ടും ബൈജു, അതെങ്ങനെയാണ് എന്നുള്ളൊരു ചോദ്യം കൂടിയാണ്. നേരത്തെ പറഞ്ഞതുപോലെ 25 അടിയിലേറെ താഴ്ച, വളരെ ശക്തമായിട്ടുള്ള അടിയൊഴുക്ക്, പലപ്പോഴും ഈ നേവിക്ക് തന്നെ പിന്മാറേണ്ട സ്ഥിതിഗതികളൊക്കെ ഇടയ്ക്ക് വന്നിരുന്നു. ഈ കരയിൽ മണ്ണ് നീക്കിയതുപോലെ എളുപ്പമാകുന്നില്ല പുഴയിൽ മണ്ണ് നീക്കുക എന്നുള്ളൊരു വിഷയം കൂടി ഉണ്ടല്ലോ. അപ്പോൾ കൂടുതൽ സജ്ജീകരണങ്ങൾ ഇനിയുള്ള മണിക്കൂറുകൾ വേണ്ടിവരുമോ? അങ്ങനെ ഒരു വെല്ലുവിളി അവിടെ ഉണ്ടോ? ഇനി നാളെ അടക്കം ഈ തെരച്ചിൽ ഏത് തരത്തിലായിരിക്കും തുടരുക എന്നുള്ള സൂചനകളുണ്ടോ ഇപ്പോൾ? തീർച്ചയായും. ഞാൻ അല്പം സമയം മുമ്പ് ഈ ജിതിൻ, അവരുടെ ബന്ധു ജിതിനുമായി ഞാൻ സംസാരിച്ചിരുന്നു. അവരും വലിയ പ്രതീക്ഷ പുലർത്തുന്നതിനെ കുറിച്ചിരുന്നു നാളത്തെ തെരച്ചിലിൽ. കാരണം അവർക്കും ഇത്തരത്തിൽ ഉറപ്പ് ലഭിച്ചിട്ടുണ്ട്, സംവിധാനങ്ങൾ ഉണ്ടാകും. നാളെ അത്തരത്തിൽ വലിയ സംവിധാനങ്ങൾ ഒരുക്കി നാളെ തന്നെ ഈ ലോറി കണ്ടെത്താനുള്ള ശ്രമം ഉണ്ടാകും. ഏതായാലും 9ാം നാളിലേക്ക് കടക്കുകയാണ് നാളത്തേക്ക്. ഇന്ന് ഈ ദിവസം, അതായത് ചൊവ്വാഴ്ച രാവിലെ 8:30 ഈ സംഭവം ഉണ്ടായത്, ഈ വലിയ ദുരന്തമുണ്ടായത്. അതിനുശേഷം
വളരെ വൈകി 7 ദിവസത്തിനൊടുവിലാണ് കരയിൽ ലോറിയില്ല എന്ന് സ്ഥിരീകരണം വരുന്നത്. ഇനി ഏതായാലും പുഴ കേന്ദ്രീകരിച്ചുള്ള തെരച്ചിൽ തന്നെയാണ് നടക്കുക. എല്ലാ സംവിധാനങ്ങളും നിലവിൽ ഏത് തരത്തിലാണോ കരയിൽ പരിശോധന നടത്തിയത് ആ സംവിധാനങ്ങളെല്ലാം തന്നെ പുഴയിൽ കേന്ദ്രീകരിച്ച് തെരച്ചിൽ നടത്തുന്നു. പക്ഷേ അപ്പോഴും അപർണ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വളരെയേറെ പരിമിതിയുണ്ട്. കരയിൽ ഉപയോഗിച്ച യന്ത്രങ്ങളൊന്നും പുഴയിൽ ഇത്തരത്തിൽ മണ്ണ് നീക്കം ചെയ്യാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. JCB പോലുള്ള ഉപകരണങ്ങളൊന്നും ഈ പുഴയിൽ നിന്നും മണ്ണ് നീക്കം ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് അത്തരത്തിലുള്ള യന്ത്രങ്ങൾ കൊണ്ടുവരുന്നതെന്ന് കാർവാർ MLA പറഞ്ഞത്. ഏതായാലും നാളെ വലിയ പ്രതീക്ഷയുണ്ട്. നാളെ ഈ കാര്യത്തിൽ ഒരു തീരുമാനമാകും എന്ന ഒരു പ്രതീക്ഷ ഈ അർജുന്റെ ബന്ധുവും നമ്മോട് പ്രകടിപ്പിച്ചു. ഏതായാലും നിലവിൽ ഇന്ന് ബൈജു, അതോടൊപ്പം തന്നെ ബൈജു, പുതിയ ചില വാർത്തകൾ വരുന്നത് കൂടുതൽ രക്ഷാപ്രവർത്തകർ സ്ഥലത്തേക്ക് എത്താനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നുള്ള ചില സൂചനകളൊക്കെ വരുന്നുണ്ട്. അതായത് രക്ഷാദൌത്യം കൂടുതൽ വിപുലമാക്കാൻ, അല്ലെങ്കിൽ ഈ വലിയ വെല്ലുവിളി ബൈജു പറഞ്ഞുകൊണ്ടിരിക്കുന്ന വലിയ വെല്ലുവിളി മറികടക്കാൻ അതിന് തക്കവിധം പരിശീലനം നേടിയിട്ടുള്ളവർ കൂടി എത്തിയേക്കും എന്നുള്ള ചില സൂചനകളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സ്ഥിരീകരിക്കാൻ പറ്റുമോ നാളത്തെ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട്? തീർച്ചയായും കൂടുതൽ പേർ നാളെ ഈ നാവികസേനയുടെ കൂടുതൽ പേർ നാളെ എത്തുന്നുണ്ടെന്നാണ് അറിയിച്ചത്. കാരണം ഈ പുഴയിൽ അടിയൊഴുക്ക് അത്രയും ശക്തമാണ്. മാത്രമല്ല ഈ ഇതിൽ ജലം ഈ കൊങ്കൺ ഏരിയയിലെ മുഴുവൻ നദികളും എത്തിച്ചേരുന്ന പതിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് ഈ പുഴ. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളും കൂടുതൽ യന്ത്രങ്ങളും ഉണ്ടായാൽ മാത്രമേ വളരെ വേഗത്തിൽ ഈ തെരച്ചിൽ പൂർത്തിയാക്കാൻ പറ്റൂ, ലോറി കണ്ടെത്താൻ പറ്റൂ. അങ്ങനെ ലോറി കണ്ടെത്തുകയാണെങ്കിൽ അതിനകത്ത് തന്നെ അർജുൻ ഉണ്ടാകും എന്ന ഒരു വിശ്വാസത്തിലാണ് ഈ രക്ഷാ ദൗത്യ സംഘമുള്ളത്. സൈന്യവും അത് തന്നെയാണ് നിരീക്ഷിച്ചത്. അവരുടെ കണ്ടെത്തലും അത് തന്നെയാണ്. ഏതായാലും നാളത്തോടുകൂടി ഇതിനൊരു തീരുമാനമുണ്ടാക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ ഇവർ പുലർത്തുന്നുണ്ട്. ഏതായാലും 9ാം നാളിലേക്കാണ് നാളെ കടക്കുന്നത്. അപ്പോഴേക്കും ലോറി കണ്ടെത്തുമെന്നൊരു വലിയ പ്രതീക്ഷയുണ്ട്. എന്തായാലും പുതിയ ഇത്തരത്തിലുള്ള യന്ത്ര സംവിധാനങ്ങൾ കൊണ്ടുവരണമെന്ന് ഇന്ന് രാവിലെ മുതൽ തന്നെ ന്യൂസ് 18-ലൂടെ തന്നെ അവരുടെ ബന്ധുക്കൾ നിരന്തരം ആവർത്തിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും AKM അഷ്റഫ് MLA ഉൾപ്പെടെയുള്ളവർ ഈ സ്ഥലത്ത് തുടരുന്നുണ്ട്. അവർ തുടർന്ന് തന്നെ ഇത്തരത്തിലുള്ള ഓരോ കാര്യങ്ങൾക്കും മുൻപന്തിയിൽ നിൽക്കുന്നുണ്ട്. കുടുംബങ്ങളുടെ ഓരോ ആവശ്യങ്ങളും അവർ ഇവിടുത്തെ ഭരണകൂടത്തെ അറിയിക്കുന്നുണ്ട്. കാർവാർ MLA-യുടെ പിന്തുണയുണ്ട്. ഏതായാലും കാർവാർ MLA ആണ് ഇക്കാര്യത്തിൽ നേരത്തെ ഒരു സ്ഥിരീകരണം നൽകിയത്. എന്തായാലും യന്ത്ര സംവിധാനങ്ങൾ നാളെ ഉണ്ടാകും എന്ന് അദ്ദേഹം ഉറപ്പ് നൽകി. അത് ബന്ധുക്കൾക്കും വലിയ ആശ്വാസമായിട്ടുണ്ട്. അവരുമായി സംസാരിച്ചപ്പോഴും അവർ പങ്കിട്ടത് അത് തന്നെയാണ്. നിലവിലെ ഈ ഒരു പരിശോധനയിൽ ഒന്നും കണ്ടെത്താൻ സാധിക്കില്ല. വളരെ മന്ദഗതിയിൽ. ബൈജു, അപ്പോഴും ഇനി ഉറ്റുനോക്കുന്നത് നാളത്തെ പരിശോധനയിലേക്ക്. ബൈജു പറഞ്ഞ പോലെ തന്നെ കൂടുതൽ സജ്ജീകരണങ്ങൾ എത്തിക്കണമെന്ന് കുടുംബവും ആവശ്യപ്പെട്ട സാഹചര്യം. അതിലേക്ക് കടക്കുമ്പോൾ നദീതീരമാണ്. ഈ ഷിരൂർ കുന്നിന്റെ ചെരുവിലെ പാതയിലൂടെയൊക്കെ ഇത്രയും ഭാരമുള്ള യന്ത്രസാമഗ്രികൾ കൊണ്ടുവരിക, അത് റെസ്ക്യൂ ടീമിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വെല്ലുവിളിയായിട്ട് നിൽക്കുന്നുണ്ടോ മുന്നിൽ? അപർണ, ഏതെങ്കിലും തരത്തിൽ ഈ മഴ ഇന്ന് രാത്രിയും ഇതേ രീതിയിൽ തുടർന്നാൽ മാത്രമേ അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകൂ. ഇപ്പോൾ ഈ റോഡിലെ മുഴുവൻ മണ്ണും നീക്കം ചെയ്ത് ഗതാഗത യോഗ്യമാക്കിയിട്ടുണ്ട്. ഏതായാലും ഈ രക്ഷാപ്രവർത്തനം നടക്കുന്നതുകൊണ്ട് മാത്രമാണ് ഇതിലെ കൂടിയുള്ള ഗതാഗതം തുറന്നു കൊടുക്കാത്തത്. ഇപ്പോഴും ഈ ഗതാഗതം നിരോധിച്ചു തന്നെയുണ്ട്. ഈ പൂനെ മംഗളൂരു പ്രധാനപ്പെട്ട ഒരു പാതയാണ്. ഇതുവഴി മാത്രമേ മംഗളൂരുവിലേക്കോ അതുപോലെ തിരിച്ച് ഗോവയിലേക്കോ കടക്കാൻ പറ്റൂ. മറ്റു ഊടുവഴികളൊന്നും തന്നെയില്ല. അതുകൊണ്ട് തന്നെ ഭാരമേറിയ ഒരുപാട് വാഹനങ്ങൾ ഇവിടെ കാത്തു കെട്ടിക്കിടക്കുന്നു. പക്ഷേ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നതുകൊണ്ട് ഈ വാഹനങ്ങളെ കടത്തിവിടുന്നില്ല. ഒരു പക്ഷേ ഇന്ന് രാത്രി ഇതുവഴി കുറച്ച് വാഹനങ്ങളെ കടത്തിവിടാനുള്ള ഒരു ആലോചന ജില്ലാ ഭരണകൂടം നടത്തുന്നുണ്ട്. ഏതായാലും എത്ര വലിയ വാഹനങ്ങളായാലും ഇവിടെ എത്തുന്നതിൽ ഇപ്പോൾ യാതൊരു തടസ്സവുമില്ല. അത്തരത്തിൽ റോഡിലുണ്ടായിരുന്ന മുഴുവൻ മണ്ണും നീക്കം ചെയ്തിരിക്കുന്നു. പ്രത്യേകിച്ച് കരസേന വന്നതോടുകൂടി ഇന്നലെ അതിനെല്ലാം വളരെ വേഗതയാണ് കൈവരിച്ചത്. റോഡിലുള്ള മുഴുവൻ മണ്ണും കല്ലും മണ്ണും ഒക്കെ മാറി സാധാരണ നിലയിലേക്ക് റോഡ് മാറിയിരിക്കുന്നു. ഈ വാഹനങ്ങൾക്ക് ഇവിടത്തേക്ക് എത്താനും പ്രയാസമില്ല. ഏതായാലും ഈ കരയോട് ചേർന്ന് നിൽക്കുന്ന ഈ പ്രദേശത്താണ് മണ്ണ് കൂടുതലായി ഉള്ളത്. ആ മണ്ണാണ് നീക്കം ചെയ്യേണ്ടത്. ഏതായാലും ആദ്യ പരിഗണന ആ മണ്ണ് നീക്കം ചെയ്യാനായിരിക്കും. നേരത്തെ കടയുണ്ടായ ആ സ്ഥലത്ത് അവിടെ ഒരു മണ്ണ് മുകളിൽ നിന്നും ഒരു മല അതേപടി അവിടെ പതിച്ചിട്ടുണ്ട്. ആ മണ്ണ് നീക്കം ചെയ്യേണ്ടതുണ്ട്. എന്തായാലും റഡാർ സിഗ്നൽ മാത്രം വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. കാരണം ഇതിന്റെ അടിത്തട്ടിലുള്ള പാറ ഒക്കെ ഈ റഡാർ സിഗ്നലിൽ ഇത്തരത്തിൽ വരുന്നതുകൊണ്ട് തന്നെ അത്തരം പരിശോധനകളല്ലാതെ മണ്ണ് നീക്കി പരിശോധന
മാത്രമേ ഇപ്പോൾ സാധ്യമാകൂ. അതിൽ മാത്രമേ തീർച്ചയായും 8ാം നാൾ അവസാനിക്കുമ്പോഴും തെരച്ചിൽ തുടരുകയാണ്. നാളെ കൂടുതൽ സംവിധാനങ്ങൾ എത്തിച്ചുകൊണ്ട് കൂടുതൽ സജ്ജീകരണങ്ങൾ ഒരുക്കിക്കൊണ്ട് തെരച്ചിൽ തുടരും എന്ന് ഗംഗാവലിപ്പുഴയിൽ തെരച്ചിൽ തുടരുമെന്ന് ഷിരൂരിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി KV ബൈജു റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു. ന്യൂസ് ഡെസ്കിൽ നിന്ന് സുവി വിശ്വനാഥനും നമുക്കൊപ്പം ചേർന്നു. സുവി, ഈ തെരച്ചിൽ, പുഴയിൽ തുടരുന്ന തെരച്ചിൽ ഇനിയുള്ള മണിക്കൂറുകളിൽ അത് എത്രത്തോളം വെല്ലുവിളി ഉയർത്തുന്നു എന്നുള്ളൊരു വലിയ വിഷയമുണ്ട്. നേരത്തെ ബൈജു പറയുന്ന പോലെ തന്നെ വളരെ ദുർഘടമായിട്ടുള്ള ഒരു ഭൂപ്രദേശം, നദിയിലുള്ള ഒഴുക്ക്, വളരെ വലിയ താഴ്ച, ഇതെല്ലാം മറികടക്കാൻ നാവികസേനയ്ക്ക് കഴിയും, അവരുടെ കൊണ്ടുവരുന്ന സജ്ജീകരണങ്ങൾക്ക്, സംവിധാനങ്ങൾക്ക് കഴിയും. അങ്ങനെയാണോ പ്രതീക്ഷിക്കേണ്ടത്? അങ്ങനെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം അർജുനന് വേണ്ടിയുള്ള ഇന്നത്തെ തെരച്ചിലും കാര്യമായ പുരോഗതികൾ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. ഇന്ന് ഒരു മൃതശരീരം കണ്ടെടുത്തു. പുഴയുടെ മറുകരയിലാണ് ഈ സ്ത്രീയുടെ ഒരു മൃതശരീരം കണ്ടെത്തിയത്. അവരുടെ മൃതശരീരം അവിടെ തന്നെ സംസ്കരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്നാൽ അർജുനെ കണ്ടെത്താൻ ഇനിയും സാധിച്ചിട്ടില്ല. ഇപ്പോൾ 2 പേരെയാണ് കണ്ടെത്താൻ ബാക്കിയുള്ളത്. അതിൽ ഒന്ന് അർജുനൻ, മറ്റൊന്ന് അവിടെ ഉണ്ടായിരുന്ന ഹോട്ടലിലെ ഒരു ജീവനക്കാരൻ. ഈ 2 പേരെയാണ് കണ്ടെത്തേണ്ടത്. അവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇന്നും തുടരുന്നുണ്ടായിരുന്നു. പ്രതികൂലമായ കാലാവസ്ഥയാണ് ഏറ്റവും വലിയ വെല്ലുവിളി ഉയർത്തുന്നത്. ഗംഗാവലി നദി നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണുന്നത് പോലെ വലിയ നീളത്തിൽ കര കവിഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യമാണുള്ളത്. കുത്തിയൊലിച്ചാണ് ഗംഗാവലി നദി ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അതിനകത്ത് പെട്ടുപോയവരെ രക്ഷപ്പെടുത്താൻ യാതൊരു സാഹചര്യവും ഇല്ലാത്ത സമയത്താണ് ഇല്ല എന്നതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടായി കാണുന്നത്. നിലവിൽ ഈ രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നുണ്ട് എങ്കിൽ കൂടിയും രക്ഷാപ്രവർത്തനങ്ങൾ തൽക്കാലത്തേക്ക് നിർത്തിവെച്ചിരിക്കുകയാണ്. നാവികസേനയുടെ രക്ഷാപ്രവർത്തനമാണ് ഇനി ഇവിടെ പുരോഗമിക്കേണ്ടതുള്ളത്. നാളെയും ഈ രീതിയിലുള്ള രക്ഷാപ്രവർത്തനം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപർണ, സുവി വിശ്വനാഥൻ കൂടിയാണ് വിവരങ്ങൾ നൽകിയത്. പുഴയും കരയും ചേരുന്ന ഭാഗത്ത് ലോറി ഉണ്ടാകാമെന്ന് കോഴിക്കോട്ട് നിന്നുള്ള രക്ഷാപ്രവർത്തകർ. പുഴയിൽ ഒഴുക്ക് ശക്തമായതിനാൽ തെരച്ചിൽ ദുഷ്കരമാണ്. എത്ര ദിവസം വേണമെങ്കിലും തുടരാൻ തയ്യാറാണെന്നും കഴിഞ്ഞ 4 ദിവസമായി രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായ ഇവർ പ്രതികരിച്ചു. പുഴയിൽ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കരയിൽ നിർത്തി എന്ന് പറഞ്ഞു, ഈ പുഴയും കരയും കൂടുന്ന ഒരു ഭാഗമുണ്ടല്ലോ, ഞങ്ങളെ നിഗമനം പൂർണ്ണമായിട്ടും അതും കൂടി ഒരു 70% സാധ്യത ഞങ്ങൾ അവിടെ കാണുന്നുണ്ട്. അതായത് ഇപ്പോൾ അതിൽ ഇവർ പറഞ്ഞ റഡാർ സിസ്റ്റത്തിൽ പറഞ്ഞത് ഇവരിപ്പോൾ ലാസ്റ്റ് ഇപ്പം പല പ്രാവശ്യം തന്നു, ഇവർ തന്നതിനനുസരിച്ച് തന്നെയാണ് നമ്മളവിടെ പണിയെടുക്കുന്നത്. അപ്പോൾ അതൊക്കെ ഇപ്പോൾ ഈ സിസ്റ്റത്തിൻ്റെ ഒരു കംപ്ലയിൻറ്റും കൂടിയല്ലേ, അതിലൊന്നും ഇപ്പോൾ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇപ്പോഴും സിസ്റ്റത്തിലാണ് ഇവർ തരുന്നത്. പുഴൻ്റെ ഏകദേശം ഒരു സെൻറ്റർ ഭാഗത്ത് വന്ന മൺകൂനിൻ്റെ അടുത്താണ് പറയുന്നത്. അതിലപ്പുറത്തേക്ക് അതിൻ്റെ കുറച്ചും കൂടി മുന്നിലേക്കുണ്ട്. കരഭാഗവും പുഴയും കൂടി ചേരുന്ന ഭാഗത്തേക്ക് സാധ്യത ഉണ്ട്. സാധ്യത എന്ന് പറഞ്ഞാൽ അത് ഞങ്ങളെ കൺസെപ്റ്റിലുണ്ട്, എന്തായാലും ഉണ്ട്. അപ്പോൾ പുഴയാണെങ്കിൽ നല്ല കുത്തൊഴുക്കാണ്, നല്ല ആഴമുള്ള വീതിയുള്ള പുഴയാണ്. അതിൽ രക്ഷാപ്രവർത്തന ദൗത്യങ്ങളൊക്കെ ഭയങ്കര ദുസ്സഹമാണ്. ഈ മെഷീനറീസ്, എക്യുപ്മെൻറ്റ്സ് കാര്യങ്ങളാണ് മെയിനായിട്ട് അവിടെ ഇനി യൂസ് ചെയ്യാനുള്ളൂ. ഇതിൽ തന്നെ റഡാർ സംവിധാനങ്ങൾ കഴിയണതും ഒന്നും കൂടി പവർ കൂടിയത് പെർഫെക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നാൽ നമുക്ക് നമ്മളെ നേവി അല്ലെങ്കിൽ കരസേന, നാവികസേന ഇതിനൊക്കെ ഉള്ള എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മളെ നാട്ടിലുണ്ട്, ഫെസിലിറ്റീസ് ഉണ്ട്. ആ ഫെസിലിറ്റീസ് യൂസ് ചെയ്യണം എന്നുള്ള അഭ്യർത്ഥനയാണ്. ഈ ചെറിയ സാധനങ്ങൾ കൊണ്ടുവന്നുകാണ്ട് ഒരു ഷോ നടത്തിയിട്ട് ഒരു കാര്യമില്ല. ചെയ്യേണ്ടത് അതാണ്. അപ്പോൾ ഇതിലേക്ക് നടത്തണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളെ തടഞ്ഞിട്ടു എന്നുള്ളത് നമ്മളെ കേരളത്തിൽ നിന്ന് വന്ന ആളുകളെ തടഞ്ഞിട്ടു എന്നുള്ളത് പറഞ്ഞാൽ ഇതിനൊക്കെ ചില നിയന്ത്രണങ്ങളൊക്കെ ആവശ്യങ്ങൾ വരും. ഇത്രത്തോളം ഇന്നലെ രാത്രി തുടങ്ങിയ മഴ ഇതുവരെ നിന്നിട്ടില്ല. ശക്തമായിട്ടുള്ള മഴയും കാര്യങ്ങളും കാറ്റുമാണ്. കാലാവസ്ഥ പ്രതികൂലമാണ്. കുറച്ചൊക്കെ നിയന്ത്രണങ്ങൾ അവരുടെ ഭാഗത്ത് മാറ്റി വരും. അല്ലെങ്കിൽ ഇതിനൊക്കെ സമാധാനം വീണ്ടും പറയണ്ടേ. അതിലപ്പുറത്തേക്ക് ഇതിന് നേതൃത്വം കൊടുക്കുന്ന കുറച്ച് ആളുകളുണ്ടല്ലോ, രഞ്ജിത്ത് സാറിനെ പോലെ ആളുകൾ ആ തുടക്കം മുതൽ ഇന്ന് വരെ ഇവിടെ ഉണ്ട്. മാൻ പവറിൽ കൊടുക്കാവുന്നതിൻ്റെ മാക്സിമം അവരൊക്കെ കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ അവർക്ക് വേണ്ട സപ്പോർട്ടാണ് നമുക്ക് കൊടുക്കാനുള്ളൂ. ഗ്രൗണ്ട് സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതിലപ്പുറത്തേക്ക് അവിടെ ചെയ്യാൻ പറ്റുന്ന ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതിലപ്പുറത്തേക്കൊന്നും ഇപ്പോൾ കരഭാഗത്ത് നമുക്ക് ചെയ്ത് കൊടുക്കാനുള്ള ഹെൽപ്പില്ല. ഇനി വേണ്ടത് സ്കൂബ ടീമിൻ്റെയും മറ്റുള്ള സന്നദ്ധ ടീമിൻ്റെ ആവശ്യങ്ങളാണ്. അതിന് ഇവിടെ പെർമിഷനും കാര്യങ്ങളും കൊടുത്തിട്ടില്ല. അങ്ങനെ ഏതെങ്കിലും രീതിയിൽ എക്യുപ്മെൻറ്റ്സ് കാര്യങ്ങൾ കൊണ്ടുവരാനും അതിന് ചെയ്യാൻ പറ്റുന്നത് എന്തെങ്കിലും ചെയ്ത് കൊടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഉത്തരവാദിത്തപ്പെട്ടവർ എന്തെങ്കിലും സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണിത്. ഞങ്ങളിവിടെ ഇനിയും ആണെന്നുണ്ടെങ്കിൽ എത്ര ദിവസം ഞങ്ങൾ നിൽക്കാൻ ഞങ്ങൾ വേണ്ടെന്നുള്ള എന്ത് ഹെൽപ്പും ആണെങ്കിൽ ഞങ്ങളെ കൊണ്ട് ചെയ്യണത് അടിമ കഴിയണതും ഏത് രീതിയിൽ ഞങ്ങൾക്ക് ചെയ്യാൻ റെഡിയാണ്. ഷിരൂരിൽ തെരച്ചിൽ തുടരുമ്പോഴും പ്രതീക്ഷയറ്റ് അർജുന്റെ കുടുംബം. ജീവനോടെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയില്ലെങ്കിലും അർജുനെ കണ്ടെത്തണമെന്നാണ് കുടുംബത്തിന്റെയും നാട്ടുകാരുടെയും ആവശ്യം.
അർജുന്റെ കുടുംബത്തിന്റെ പ്രതീക്ഷകൾ ഏറെക്കുറെ അസ്തമിച്ചു കഴിഞ്ഞിരിക്കുന്നു. കാരണം ഇന്നലെ മുതൽ തന്നെ അവർക്ക് ആ ഒരു അവരുടെ പ്രതീക്ഷയ്ക്ക് മുകളിൽ ഒരു കരിനിഴൽ പടർന്നിരുന്നു. ഇന്ന് ഏറെക്കുറെ അവർക്കൊന്നും സംസാരിക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയാണ്. സഹോദരിയാണെങ്കിലും അതുപോലെ തന്നെ മാതാപിതാക്കളാണെങ്കിലും ഒക്കെ ഇനിയിപ്പോൾ അർജുൻ തിരിച്ചു വരില്ല എന്നുള്ള ആ ഒരു രീതിയിലേക്ക് അവരുടെ മനസ്സിനെ പാകപ്പെടുത്തി എടുക്കാനുള്ളൊരു ശ്രമമാണ് നടക്കുന്നത്. എന്തായാലും ശോകമൂഖമായ ഒരു അവസ്ഥയാണ് ഇവിടെ കാണാൻ കഴിയുന്നവരുടെ വീട്ടിലാണെങ്കിലും അതുപോലെ തന്നെ ഈ ഗ്രാമങ്ങളിലാണെങ്കിലും എല്ലാം തന്നെ. കഴിഞ്ഞ ഒരു 2 ദിവസം മുമ്പ് വരെ അർജുൻ തിരിച്ചു വരും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ജീവിച്ചവരായിരുന്നു ഇവർ. പക്ഷേ ആ പ്രതീക്ഷകളെല്ലാം വീണുടയുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് നമുക്ക് ഈ ഷിരൂരിൽ നിന്ന് കാണാൻ കഴിയുന്നു. കാരണം സൈന്യത്തിന്റെ കരയിലുള്ള ഏറെക്കുറെയുള്ള തെരച്ചിൽ പൂർത്തിയായിരിക്കുന്നു. അതിനുശേഷം പുഴയിലേക്ക് ഈ തെരച്ചിൽ വ്യാപിച്ചിരിക്കുന്നു. ഇനി ഈ ലോറിയും കണ്ടെത്തേണ്ടതുണ്ട്. ലോറിയിൽ ഈ അർജുൻ ഉണ്ടായിരുന്നോ എന്നുള്ളത് കണ്ടെത്തണം. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം വളരെ സങ്കീർണമായ ഒരു അവസ്ഥയിലേക്കാണ് ഈ ഒരു വളരെ ദുഷ്കരമായ ഒരു തെരച്ചിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ദുഷ്കരമായ ഒരു പ്രദേശത്താണ് തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ റഡാർ സംവിധാനത്തിലൂടെയും മറ്റും ഇത് കണ്ടെത്താൻ കഴിഞ്ഞില്ല. റഡാറിൽ നിന്ന് കൃത്യമായ സിഗ്നൽ ലഭിച്ചില്ല എന്നുള്ളതാണ്. സിഗ്നൽ ലഭിക്കുന്നുണ്ട്, പക്ഷേ അവിടെ നിന്ന് തിരയുമ്പോൾ ലോറി കണ്ടെത്താൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. എന്തായാലും ആ വീട്ടുകാർ വലിയ ദുഃഖത്തിലാണ്. കാരണം കുടുംബത്തിന്റെ ഏറ്റവും വലിയ അത്താണിയായിരുന്നു, ആ കുടുംബത്തിന്റെ നട്ടല്ലായിരുന്നു, ആ കുടുംബത്തിനെ നിലനിർത്തി പോകുന്ന ഒരു 30-കാരനായിരുന്നു. 20-ാമത്തെ വയസ്സിൽ വളയം പിടിക്കാൻ തുടങ്ങിയതാണ്. അതിനുശേഷം ചെറിയ ഈ പ്രദേശത്ത് വെള്ളം കയറുന്നൊരു സ്ഥലത്ത് ചെറിയ ഒരു വീടായിരുന്നു ഉണ്ടായിരുന്നത്. അതെല്ലാം പുതുക്കി മറ്റൊരു സ്ഥലത്ത് ടെറസ് വീട് ഒരു കുടുംബത്തിന് കഴിയാൻ പറ്റുന്ന രീതിയിലേക്ക്. ഇതെല്ലാം തന്നെ അർജുൻ എന്നുള്ള ജീവിതത്തിലെ പോരാളിയുടെ വിജയമായിരുന്നു എന്ന് പറയണം. പക്ഷേ ആ പോരാളി തളർന്നു വീഴുന്ന അല്ലെങ്കിൽ കാണാമറയത്തായി പോകുന്ന ഒരു വിധിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നു. അങ്ങനെ ഇനി അതിനെ കാണാൻ കഴിയൂ എന്നുള്ളൊരു ബന്ധുക്കളും മറ്റും പറയുന്നത്. എന്തായാലും നമുക്കറിയാം, കഴിഞ്ഞ 16-ാം തീയതിയാണ് ഈ അപകടമുണ്ടാകുന്നത് ഷിരൂരിൽ. അതിനുശേഷം ഇപ്പോൾ ഇന്ന് 8-ാമത്തെ ദിവസം എത്തിയിട്ടും ആ മനുഷ്യനെക്കുറിച്ച് ഒരു വിവരവുമില്ല. സ്വാഭാവികമായിട്ടും നമുക്ക് അയാൾ ഇനി തിരിച്ചു വരുമോ, ഏതെങ്കിലും രീതിയിലുള്ള മിറാക്കിൾ സംഭവിക്കണം. അങ്ങനെ മിറാക്കിൾ സംഭവിക്കുന്നതിൻ്റെ ഒരു പ്രതീക്ഷയുടെ നേരിയ കണിക എവിടെയോ അവശേഷിക്കുന്നുണ്ട്. അതിൽ ഇപ്പോഴും ജീവിക്കുകയാണ് അവർക്ക് കരയാൻ പറ്റുന്നില്ല. കരഞ്ഞു തീർന്നിരിക്കുന്നു. ഉറങ്ങാനാവാത്ത ഒരു അവസ്ഥയാണ് വീട്ടിലുള്ളവർക്ക്. സ്ത്രീകളും മറ്റുള്ളവരും ഇപ്പോഴും കരഞ്ഞു തളർന്നിരിക്കുന്ന ഭാര്യ, മാതാപിതാക്കൾ, സഹോദരിമാർ, ഇങ്ങനെയുള്ള ബന്ധുക്കൾ എല്ലാവരും അർജുൻ എന്നുള്ള ആ ഊർജ്ജസ്വലനായ ചെറുപ്പക്കാരൻ്റെ ആ ഓർമ്മകളിൽ മാത്രം ജീവിക്കുന്നു. ഈ നാടും അതുപോലെ തന്നെ ജീവിക്കുന്ന ഒരവസ്ഥയാണ്. എന്തായാലും കർണാടക സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് തുടക്കം മുതൽ തന്നെ ഉണ്ടായ ഈ ഒരു അനാസ്ഥ, ഒരു നിഷ്ക്രിയത്വം, അത് തന്നെയാണ് ഒരുപക്ഷെ അതിൽ തന്നെയാണ് എല്ലാവരും അതിനെ ഏറ്റുപിടിക്കുന്നത്. ഒരു വിഭാഗം ആളുകൾ സർക്കാരിൻ്റെ കാര്യക്ഷമമായി തന്നെ ആണ് ഇത് നടന്നത് എന്നൊക്കെ പറയുമ്പോഴും അവിടെ നിന്ന് നമ്മുടെ പ്രതിനിധി ബൈജു ഉൾപ്പെടെ, ന്യൂസ് 18 പ്രതിനിധി KV ബൈജു ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ചാണെങ്കിൽ ഇപ്പോഴും കാര്യക്ഷമമായ അല്ലെങ്കിൽ ഒരു വളരെ ഗൗരവത്തോടു കൂടിയുള്ള ഒരു തെരച്ചിൽ അവിടെ നടക്കുന്നില്ല. തുടക്കവും അങ്ങനെ തന്നെയായിരുന്നു. അനാസ്ഥ പ്രകടമാണ് അവിടുത്തെ. കേരളത്തിൽ നിന്ന് പോകുന്നവരെ ഏതെങ്കിലും രീതിയിലുള്ള അവരെ രക്ഷാപ്രവർത്തനം സഹായിക്കാൻ പോലും അങ്ങോട്ട് കടത്തിവിടാത്തൊരു സ്ഥിതിവിശേഷമുണ്ട്. പൂർണ്ണമായും പോലീസിന്റെ 144 പ്രഖ്യാപിച്ച പോലെ ആ പ്രദേശത്തെ ആളുകൾക്കൊന്നും ഇറങ്ങാൻ പോലും അവകാശമില്ലാത്ത രീതിയിലേക്ക് പോലീസ് പൂർണ്ണമായും നിയന്ത്രിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ഈ അപകടമുണ്ടായി ആദ്യത്തെ 3 ദിവസം ഒരു തഹസിൽദാരോ ജില്ലാ കലക്ടറോ പോലും അവിടെ എത്തിയിരുന്നില്ല എന്നുള്ളതാണ് അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. നമ്മൾ കേരളവുമായിട്ട് പലപ്പോഴും കമ്പയർ ചെയ്യുമ്പോൾ കേരളത്തിൽ ഉദ്യോഗസ്ഥരും ഒരു സംവിധാനവും പൊതുപ്രവർത്തകരും എല്ലാം അവിടെ സജീവമായി നിൽക്കും. അങ്ങനെ കർണാടകയിൽ അത് കാണാനില്ല. എന്തായാലും അർജുൻ മാത്രമല്ല, ഇനിയും അതുകൂടാതെ 3 പേരുണ്ട്. ഒരു തമിഴ്നാട് സ്വദേശിയും മറ്റ് 2 പേരുമുണ്ട്. ഇവരുടെ എല്ലാം മൃതദേഹങ്ങൾ പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും അർജുന്റെ കുടുംബാംഗങ്ങൾ ഇനിയും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു നേരിയ പ്രതീക്ഷ അവർ വെച്ചു പുലർത്തുന്നുണ്ട്. കാരണം നമുക്കറിയാം, ഗുജറാത്തിലൊക്കെ ഭൂകമ്പം ഉണ്ടായ സമയത്ത് ദിവസങ്ങളോളം കഴിഞ്ഞ് രക്ഷപ്പെട്ട ആളുകളൊക്കെ ഉണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു മിറാക്കിൾ സംഭവിക്കും എന്നുള്ള ഒരു നേരിയ പ്രതീക്ഷയിൽ ജീവിക്കുന്നുണ്ട്. പക്ഷേ ഇന്നലെ രാവിലെ അർജുന്റെ സഹോദരി അഞ്ജു സംസാരിച്ചു മാധ്യമങ്ങളോട്. അവരുടെ ഒരു പ്രതീക്ഷ നഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിൽ തന്നെയാണ്. അതിനുശേഷം വൈകുന്നേരം അമ്മ ഷീലയും സംസാരിച്ചു. കാരണം ഷീല ഒരു വേള രൂക്ഷമായ വിമർശനം ഈ ഒരു സംവിധാനത്തിനെതിരെ, ഈ ഒരു വ്യവസ്ഥിതിക്കെതിരെ, അതായത് കർണാടകയിലെ പ്രകൃതി ദുരന്ത നിവാരണ വിഭാഗവും അതുപോലെ തന്നെ കേന്ദ്ര പ്രകൃതി ദുരന്ത നിവാരണ വിഭാഗവും എല്ലാം പൂർണ്ണമായും പരാജയപ്പെടുകയാണ് കണ്ടത്. കൃത്യമായ എക്യുപ്മെന്റ്സ് നൽകാത്തതുകൊണ്ട് സൈന്യത്തിനും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് എന്ന് പറഞ്ഞുകൊണ്ട്
അവരതിനെ വലിയ തോതിൽ തന്നെ വിമർശിക്കുന്നത് നമ്മൾ കണ്ടതാണ്. എന്തായാലും കഴിഞ്ഞ 8 ദിവസമായി മാധ്യമങ്ങളും കേരള സർക്കാരും എല്ലാം തന്നെ ഇതിന് സജീവമായി ഇടപെടുകയും സമ്മർദ്ദം ചെലുത്തി വരികയുമായിരുന്നു. പക്ഷേ എവിടെയും ഇപ്പോൾ അർജുൻ തിരിച്ചു വരുമോ എന്നുള്ള കാര്യത്തിൽ, അർജുൻ്റെ മൃതദേഹമെങ്കിലും കണ്ടെത്തുമോ എന്നുള്ള കാര്യത്തിൽ പോലും ഒരു ഉറപ്പും ലഭിക്കാത്ത ഒരു അവസ്ഥയാണുള്ളത്. കാരണം ഇതിൻ്റെ കൃത്യമായി തന്നെ ഇത് ഡിറ്റക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഈ ലോറി ട്രാക്ക് ചെയ്യാനോ ഉള്ള ടെക്നോളജികളും നമ്മളെ ഒരുപാട് ടെക്നോളജികളുണ്ട് നമുക്ക്. ആ ടെക്നോളജികൾ ഉപയോഗിച്ചിട്ട് പോലും അത് ഒന്ന് മണ്ണിനടിയിലാണ് അല്ലെങ്കിൽ വെള്ളത്തിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടെത്തുക, അല്ലെങ്കിൽ ഇപ്പോൾ GPS പോലുള്ള സംവിധാനങ്ങളായിക്കോട്ടെ, റഡാർ ആയിക്കോട്ടെ, ഇതിൻ്റെ ഒരു പ്രവർത്തന ക്ഷമത സംബന്ധിച്ചുള്ള സംശയങ്ങളും എല്ലാമുണ്ട്. അതുപോലെ തന്നെ ഈ ഭാരത് ബെൻസിൻ്റെ ലോറി കൃത്യമായി തന്നെ ഈ കമ്പനിക്ക് അത് GPS-ലൂടെ ഇത് കണ്ടെത്താൻ കഴിയും എന്നുള്ളതായിരുന്നു കമ്പനി അവകാശപ്പെട്ടിരുന്നു. പക്ഷേ ആ കമ്പനിയുടെ അവകാശവാദം കൂടി പൊളിയുന്നു എന്നുള്ളതാണ് ഇതിൽ കൂടെ മനസ്സിലാകുന്നത്. ലോറി ഇനി പുഴയിലൂടെ ഒഴുകിപ്പോയോ മണ്ണിനടിയിലായോ എന്നുള്ള കാര്യത്തിലൊന്നും ഒരു വ്യക്തതയില്ല. അതുകൊണ്ട് തന്നെ കുടുംബവും ഈ പ്രദേശത്തുള്ള നാട്ടുകാരും, കാരണം തുടക്കത്തിൽ തന്നെ ഇതിൽ വലിയ പാളിച്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ഒരു 3-4 ദിവസം മുമ്പ് സേവ് അർജുൻ ഫോറം എന്നൊരു സംഘടന ഇതിനെതിരെ പ്രതിഷേധ പരിപാടികൾ നടത്തിയിരുന്നു. സേവ് അർജുൻ ഫോറത്തിൻ്റെ പ്രവർത്തകരുൾപ്പെടെ ഇവിടെ വന്നതും അവരെ വീടുൾപ്പെടെ സന്ദർശിക്കുകയും, കാരണം പുറത്തുള്ള ആളുകൾ ചേർന്നുകൊണ്ടാണ് ഇത്തരത്തിലൊരു സംഘടന ഉണ്ടാക്കിയത്. അതുപോലെ തന്നെ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക പ്രവർത്തകരെല്ലാം തന്നെ സജീവമായി തന്നെ അവിടെ എത്തുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടതാണ്. വീട്ടിലുള്ളവർക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ട് അവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയ കുറേ സാമൂഹ്യ പ്രവർത്തകരും പൊതുപ്രവർത്തകരും എല്ലാം തന്നെ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും അർജുൻ തിരിച്ചു വരണം എന്ന് തന്നെയാണ് ഈ നാട് ആഗ്രഹിക്കുന്നത്. പക്ഷേ ഈ 8-ാം ദിവസം ഉച്ചയായിരിക്കുന്നു. ഉച്ചയാവുമ്പോഴും ഇതുവരെയും ഒരു തീരുമാനത്തിലേക്കും അല്ലെങ്കിൽ ഒരു വിവരം ലഭിക്കുന്നില്ല, ഒരു സൂചനയും ലഭിക്കുന്നില്ല. ആ നാട്ടിലാണെങ്കിൽ, ഷിരൂരിലാണെങ്കിൽ കനത്ത മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് രക്ഷാപ്രവർത്തനത്തിനെ പോലും കാര്യമായി ബാധിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുന്നു. എന്തായാലും വീട്ടുകാർ ഇപ്പോഴും അതീവ ഒരു ദുഃഖം തളം കെട്ടി നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് അവിടെ നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അവർക്ക് ഉറങ്ങാനോ ഭക്ഷണം കഴിക്കാനോ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് അർജുൻ തിരിച്ചു വരില്ല എന്നുള്ള രീതിയിലേക്ക് അവർ മനസ്സിനെ പാകപ്പെടുത്തി എടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ രീതിയിലേക്ക്. എന്നാലും അവർക്ക് കരയാതിരിക്കാൻ കഴിയുന്നില്ല. സഹോദരി പറഞ്ഞത് ഞങ്ങൾക്ക് കരയാൻ പറ്റാഞ്ഞിട്ടല്ല, കാരണം കരഞ്ഞു ഇനി കരയാൻ കണ്ണുനീരില്ലാതെ ആയിപ്പോയിരിക്കുന്നു എന്നുള്ള ആ രീതിയിൽ തന്നെയാണ് അവർ പറഞ്ഞത്. എന്തായാലും നമുക്ക് അർജുന് വേണ്ടി ഇത്രയും ദിവസം നിലകൊണ്ട, നമുക്കറിയാം ലോകത്തിൽ എവിടെ മലയാളികളുണ്ടെങ്കിലും അർജുൻ തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ. അതിനുവേണ്ടി നിലകൊണ്ടു. എന്തായാലും സർക്കാരിൻ്റെ ഇടപെടലുകൾ, കർണാടക സർക്കാരിൻ്റെ ഇടപെടലുകൾ തുടക്കത്തിൽ മുതൽ ഒരു പാളിച്ചയിലേക്ക് പോയി. ഇപ്പോഴും അങ്ങനത്തെ ഒരു ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ആ ഒരു ആക്ഷേപത്തിന് ഇപ്പോൾ തൽക്കാലം എന്തായാലും ഒരു മറുപടി പറയാൻ തയ്യാറല്ല എന്ന് തന്നെയാണ് അർജുൻ്റെ കുടുംബം പറയുന്നത്. ഷിരൂരിൽ നാളെ തെരച്ചിലിനായി അത്യാധുനിക സംവിധാനങ്ങളെത്തും. പുഴകളിൽ ആഴത്തിൽ നിന്ന് മണ്ണ് നീക്കം ചെയ്യാൻ കഴിയുന്ന 2 ബൂം മെഷീനുകളാണ് എത്തിക്കുന്നത്. മറ്റു വാർത്തകൾ കാണാം ഇടവേളയ്ക്ക് ശേഷം. ശ്രീരാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ, ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ, ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ, ശ്രീരാമ മമ ഹൃദിരമതാം രാമ രാമ, ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ, ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ, നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ, ശ്രീരാമചരിതം ചൊല്ലിടുമടിയാതെ, ചാരിക പൈതൽ താനും വന്നിച്ചു വന്ദ്യന്മാരെ, ശ്രീരാമസ്മൃതിയോടെ
പറഞ്ഞു തുടങ്ങിനാ. താർമകൾ കൺപുള്ള തത്തേ വരികളോ താമസശീലമകറ്റേണമാശു നീ. രാമദേവൻ ചരിതാമൃതം ഇനിയും ആമോദം ഉൾക്കൊണ്ടു ചൊല്ലു സരസമാ. എങ്കിലോ കേൾപ്പിൻ ചുരുക്കി ഞാൻ ചൊല്ലുവൻ, പങ്കമെല്ലാം അകലും പല ജാതിയും സങ്കടമേതും വരികയുമില്ലല്ലോ. പങ്കജനേത്രൻ കഥകൾ കേട്ടിടിനാ. ഭാർഗവിയാകിയ ജാനകി തന്നെ ഭാഗ്യജലനിധിയാകിയ രാഘവൻ. ഭാർഗവൻ തന്നെ ദർപ്പം ശമിപ്പിച്ചു മാർഗവും പിന്നിട്ടയോധ്യാപുരി പൊക്ക്. താതനോടും നിജ മാതൃജനത്തോടും ധാതൃസുതനാം ഗുരുവരൻ തന്നോടും ഭ്രാതാക്കളോടും പടയോടും ഒന്നിച്ചു മേദിനി പുത്രിയാം ഭാമിനി തന്നോടും വന്നതിരേറ്റൊരു പൗരജനത്തോടും ചെന്നു മഹാരാജധാനി അകമ്പുക്ക് വന്നിതു സൗഖ്യം ജഗത്തിനു രാഘവൻ. തന്നെ നാനാ ഗുണഗണം കാൺകയാ. ശ്രീരാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപതേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. ചെറുകിട ഇടത്തരം മേഖലകൾക്കും മധ്യവർഗത്തിനും ഊന്നൽ നൽകി മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ സമ്പൂർണ്ണ ബജറ്റ്. തൊഴിലിനും നൈപുണ്യ വികസനത്തിനും വിദ്യാഭ്യാസത്തിനുമായി 1.48 ലക്ഷം കോടി രൂപ വകയിരുത്തിയതായും ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചു. 11 ലക്ഷം കോടി രൂപയാണ് അടിസ്ഥാന സൗകര്യ വികസനത്തിനായി വകയിരുത്തിയത്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ബീഹാറിനും സഖ്യകക്ഷിയായ TDP ഭരിക്കുന്ന ആന്ധ്രാപ്രദേശിനും ബജറ്റിൽ നിറയെ പ്രഖ്യാപനങ്ങളുണ്ട്. Honorable Speaker, I present the budget for 24-25. The people of India have reposed their faith in the government led by Honorable Prime Minister Shri Narendra Modi and re-elected it for a historic third term. തൊഴിലവസരം, തൊഴിൽ നൈപുണ്യം, മധ്യവർഗം. മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ഈ 3 മേഖലകളിൽ ആണ്. തൊഴിലിനും നൈപുണ്യ വികസനത്തിനും വിദ്യാഭ്യാസത്തിനുമായി 1.48 ലക്ഷം കോടി രൂപ വകയിരുത്തിയതായി ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞു. We need to focus on 4 major castes, namely the Garib, Mahilaye, Yuva and Annadata. We particularly focus on employment, skilling, MSMEs and the middle class. 1.48 lakh crore rupees for education, employment and skilling. 5 വർഷത്തിനുള്ളിൽ 4.1 കോടി യുവാക്കൾക്ക് തൊഴിൽ ഒരുക്കുകയാണ് ലക്ഷ്യം. രാജ്യത്തെ 500 പ്രധാന സ്ഥാപനങ്ങളിൽ 5 വർഷത്തിനകം 1 കോടി യുവാക്കൾക്ക് ഇന്റേൺഷിപ്പ് ചെയ്യാൻ സൗകര്യം ഒരുക്കും. 5000 രൂപ സ്റ്റൈപ്പൻഡ് നൽകും. 6000 രൂപ ഒറ്റത്തവണയായി നൽകും. പരിശീലനത്തിനുള്ള ചിലവും 10% സ്റ്റൈപ്പൻഡും കമ്പനികൾ വഹിക്കണമെന്ന് ബജറ്റിൽ ധനമന്ത്രി പറയുന്നു. ആദ്യമായി ജോലിക്ക് കയറുന്നവർക്ക് EPF എൻറോൾമെന്റ് പിന്തുണയും പ്രഖ്യാപിച്ചു. രാജ്യത്ത് 12 വ്യവസായ പാർക്കുകൾ കൂടി ഉടൻ യാഥാർത്ഥ്യമാക്കും. ചെറുകിട ഇടത്തരം മേഖലയ്ക്ക് 100 കോടി രൂപയുടെ ധനസഹായമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. മുദ്രാ വായ്പയുടെ പരിധി 10 ലക്ഷത്തിൽ നിന്ന് 20 ലക്ഷമാക്കി ഉയർത്തി.
the limit of Mudra loans will be enhanced to 20 lakh from the current 10 lakh for those entrepreneurs who have availed and successfully repaid previous loans under the Tarun category. 11 ലക്ഷം കോടി രൂപയാണ് അടിസ്ഥാന സൗകര്യ വികസനത്തിനായി ബജറ്റിൽ വകയിരുത്തിയിട്ടുള്ളത്. 14 വികസിത നഗരങ്ങൾക്ക് പ്രത്യേക പാക്കേജും പ്രഖ്യാപിച്ചു. കാർഷിക മേഖലയ്ക്ക് 1.52 ലക്ഷം കോടി രൂപ അനുവദിച്ചു. 2 വർഷത്തിനുള്ളിൽ 1 കോടി കർഷകരെ സ്വാഭാവിക കൃഷിയിലേക്ക് നയിക്കുമെന്നും ധനമന്ത്രി പറയുന്നു. Natural farming. In the next 2 years, 1 crore farmers across the country will be initiated into natural farming, supported by certification and branding. Implementation will be through scientific institutions and willing gram panchayats. 10,000 need-based bio-input resource centers will be established. This year, I have made a provision of 1.52 lakh crore rupees for agriculture and allied sectors. വിദേശ നിക്ഷേപം ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ കോർപ്പറേറ്റ് നികുതി നിരക്ക് 40 നിന്ന് 35% കുറയ്ക്കുമെന്നും ധനമന്ത്രി പ്രഖ്യാപിച്ചു. ചെറുകിട ഇടത്തരം പിന്നാക്ക വിഭാഗങ്ങളെ വികസനത്തിന്റെ പാതയിലേക്ക് നയിക്കുന്നതാണ് ബജറ്റ് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. उनके सशक्तिकरण की निरंतरता का बजट है. इन नौजवानों को अनगिनत नए अवसर देने वाला बजट है. इस बजट से शिक्षा और स्किल को नई स्केल मिलेगी. ബിസിനസ് ഡെസ്ക്, ന്യൂസ് 18. മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ ലോട്ടറി അടിച്ചത് ബീഹാറിനും ആന്ധ്രയ്ക്കും. നിറയെ പ്രഖ്യാപനങ്ങളാണ് ബജറ്റിലുള്ളത്. 4 എക്സ്പ്രസ് പാതകൾ ഉൾപ്പെടെ റോഡ് വികസനത്തിന് മാത്രം ബീഹാറിന് അനുവദിച്ചത് 26,000 കോടി രൂപയാണ്. ആന്ധ്രയ്ക്ക് 15,000 കോടിയുടെ പാക്കേജും അനുവദിച്ചു. ബജറ്റ് ലോട്ടറിയിൽ ഇത്തവണ ബമ്പർ സമ്മാനമടിച്ചത് ബീഹാറിനെങ്കിൽ 2ാം സമ്മാനം ആന്ധ്രാപ്രദേശിനാണ്. ബീഹാറിലെ ഹൈവേ വികസനത്തിന് മാത്രം 26,000 കോടി രൂപയാണ് അനുവദിച്ചത്. പട്ന പൂർണിയ, ബക്സർ ബഗൽപൂർ, ബോധ്ഗയ വൈശാലി ഉൾപ്പെടെ 4 എക്സ്പ്രസ് വേകളും ഇതിൽപ്പെടും. തീർന്നില്ല, ബീഹാറിൽ പുതിയ വിമാനത്താവളത്തിനും തുക വകയിരുത്തി. സംസ്ഥാനത്ത് മെഡിക്കൽ കോളേജും യാഥാർത്ഥ്യമാക്കും. 21,000 കോടി രൂപ ചെലവിൽ ഊർജ്ജ പദ്ധതി തുടങ്ങിയവയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. 1. Patna Purnia Expressway. 2. Buxar Bhagalpur Expressway. 3. Bodh Gaya, Rajgir, Vaishali and Darbhanga spurs. And 4. Additional 2-lane bridge over River Ganga at Buxar at a total cost of 26,000 crore rupees. ബീഹാറിനെ കേന്ദ്രീകരിച്ചുള്ള പ്രഖ്യാപനങ്ങൾ പ്രതിപക്ഷ ബഹളത്തിനും ഇടയാക്കി. New airports, medical colleges and sports infrastructure in Bihar will be constructed. അതേസമയം ബജറ്റിലെ പ്രഖ്യാപനങ്ങളെ സ്വാഗതം ചെയ്ത മുഖ്യമന്ത്രി നിതീഷ് കുമാർ ബീഹാറിന് പ്രത്യേക പദവിക്കായി സമ്മർദ്ദം തുടരുമെന്നും വ്യക്തമാക്കി. कह रहे थे और अगर विशेष राज्य का दर्जा बहुत उनका था कि पहले से बंद कर दिया गया है इसमें, तो उसके चलते एक सहायता के लिए बिहार के विकास के लिए मदद होना चाहिए. ആന്ധ്രാപ്രദേശിന്റെ തലസ്ഥാന വികസനത്തിനായാണ് 15,000 കോടി രൂപയുടെ ധനസഹായം. ആന്ധ്രയിലെ കർഷകർക്കായി പ്രത്യേക പാക്കേജുമുണ്ട്. പോലവാരം ജലസേചന പദ്ധതിക്ക് തുക അനുവദിച്ചു. ഹൈദരാബാദ് ബംഗളൂരു വ്യവസായ ഇടനാഴിയും പ്രഖ്യാപനത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട്. നിതീഷ് നായിഡു ബജറ്റെന്ന് ഇന്ത്യ സഖ്യ നേതാക്കൾ വിമർശനം ഉന്നയിച്ചു. केवल और केवल बिहार और तेलंगाना को, बिहार और आंध्र प्रदेश को जो पैसा भी दिया है वो भी एक झुंझुना है, क्योंकि वो 5 साल बाद मिलेगा. तो नतीजा ये है कि हमारी सपोर्ट करते जाओ और हम 5 साल बाद तुम्हें पैसा देंगे. ബിസിനസ് ഡെസ്ക്, ന്യൂസ് 18. ആദായ നികുതി സ്ലാബുകൾ പരിഷ്കരിച്ചു.
പുതിയ സ്കീമിനാണ് മാറ്റം. 3 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവരിൽ നിന്ന് നികുതി ഈടാക്കാത്തത് തുടരും. 3 മുതൽ 7 ലക്ഷം വരെ വരുമാനമുള്ളവരിൽ നിന്ന് 5% നികുതി ഈടാക്കും. നേരത്തെ 3 മുതൽ 6 ലക്ഷം രൂപ വരെ വരുമാനമുള്ളവർക്കായിരുന്നു 5% നികുതി. 7 മുതൽ 10 ലക്ഷം രൂപ വരെ വരുമാനമുള്ളവരിൽ നിന്ന് 10% നികുതി ഈടാക്കും. നേരത്തെ ഇത് 6 മുതൽ 9 ലക്ഷം വരെ ആയിരുന്നു. 10 മുതൽ 12 ലക്ഷം വരെ വരുമാനമുള്ളവർക്ക് 15%, 12 മുതൽ 15 ലക്ഷം വരെയുള്ളവർക്ക് 20% നികുതി. അതിനു മുകളിൽ വരുമാനമുള്ളവർ 30% നികുതി അടയ്ക്കണം. സ്റ്റാൻഡേർഡ് ഡിഡക്ഷന്റെ പരിധി 50,000 നിന്ന് 70,000 രൂപയാക്കി. 0 to 3 lakh rupees, nil. 3 to 7 lakh rupees, 5%. 7 to 10 lakh rupees, 10%. 10 to 12 lakh rupees, 15%. 12 to 15 lakh rupees, 20%. And above 15 lakh rupees, 30%. As a result of these changes, a salaried employee in the new tax regime stands to save up to 17,500 rupees in income tax. Proposed to abolish the so-called angel tax for all classes of investors. Second, there is tremendous potential for cruise tourism in India. To give a fillip to this employment-generating industry, I am proposing a simpler tax regime for foreign shipping companies. I propose to reduce the corporate tax rate on foreign companies from 40 to 35%. The standard deduction for salaried employees is proposed to be increased from 50,000 to 75,000 rupees. Similarly, deduction on family pension for pensioners is proposed to be enhanced from 15,000 to 25,000 rupees. This will provide relief to about 4 crore salaried individuals and pensioners. എന്തൊക്കെയാണ് നികുതി നിരക്കിലെ പുതിയ മാറ്റങ്ങൾ? KP അഭിലാഷൻ വിശദീകരിക്കും. നമസ്കാരം. ഓരോ ബജറ്റ് അവതരിപ്പിക്കുമ്പോഴും ആദായ നികുതി ഘടനയിൽ എന്തു മാറ്റമാണ് സംഭവിച്ചത് എന്നാണ് സാധാരണക്കാരായ ആളുകൾ ഉറ്റുനോക്കുന്നത്. 3ാം നരേന്ദ്രമോദി സർക്കാരിന്റെ ആദ്യ ബജറ്റ് അവതരണം പൂർത്തിയാകുമ്പോൾ ആദായ നികുതി ഘടനയിൽ കാര്യമായ മാറ്റങ്ങൾ ഇല്ല എന്ന് വേണം അനുമാനിക്കാൻ. പ്രത്യേകിച്ച് മാസശമ്പളക്കാരായിട്ടുള്ള ജീവനക്കാർക്ക് കാര്യമായ നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന പ്രഖ്യാപനങ്ങൾ ഒന്നും തന്നെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ നടത്തിയിട്ടില്ല. എന്നാൽ ഒട്ടും പ്രയോജനം ഇല്ല എന്നും പൂർണ്ണമായും പറയാൻ സാധിക്കുകയില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്നത് 50,000 നിന്ന് 75,000 രൂപ ആക്കി ഉയർത്തി എന്നുള്ളതാണ്. അതേസമയം ജീവനക്കാരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന പ്രതികരണം ഈ ഡിഡക്ഷൻ ഉയർത്തിയത് കാര്യമായ നേട്ടം ഉണ്ടാക്കില്ല എന്നാണ്. എന്താണ് നികുതി സ്ലാബിൽ ഘടനയിൽ വന്നിട്ടുള്ള മാറ്റം? നമുക്ക് വിശദമായി പരിശോധിക്കാം. പഴയ ടാക്സ് സമ്പ്രദായം പിന്തുടരുന്നവരും പുതിയ ടാക്സ് സമ്പ്രദായം പിന്തുടരുന്നവരും നിലവിൽ ഉണ്ട്. നിലവിൽ പഴയ ടാക്സ് സമ്പ്രദായം പിന്തുടരുന്നവർക്ക് ഈ സ്ലാബ് വ്യത്യാസങ്ങൾ ഒന്നും തന്നെ ഒരു തരത്തിലും പ്രയോജനപ്പെടുത്തുന്നില്ല. അവർ ആ സമ്പ്രദായം തുടരുക തന്നെ വേണം. എന്നാൽ പുതിയ ടാക്സ് സമ്പ്രദായം സ്വീകരിച്ചിട്ടുള്ളവർക്ക് ചില മാറ്റങ്ങൾ ഉണ്ട്. ആ മാറ്റങ്ങൾ എന്ത് എന്ന് നമുക്ക് പരിശോധിക്കുമ്പോൾ നിലവിൽ 3 ലക്ഷം രൂപ വരെ വ്യക്തിഗത വരുമാനം പ്രതിവർഷം ഉള്ള ആളുകൾക്ക് 1 രൂപ പോലും നികുതി നൽകേണ്ട സാഹചര്യം ഇല്ല. മാത്രവുമല്ല, പഴയ ഡിഡക്ഷൻ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്നത് 50,000 രൂപ ആയിരുന്നു. അത് പ്രകാരം 3 ലക്ഷം രൂപ വരെ എന്ന് പറയുമ്പോൾ 3,50,000 രൂപ വരെ പ്രതിവർഷ വരുമാനം ഉള്ള ആളുകൾ ടാക്സ് നൽകിയിരുന്നില്ല. 1 രൂപ പോലും നികുതി നൽകിയിരുന്നില്ല. അതിൽ മാറ്റമുണ്ടാകുന്നു. ഇത്തവണയും 3 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനം ഉള്ളവർ നികുതി നൽകേണ്ടതില്ല. എന്നാൽ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്നത് 75,000 രൂപ ആക്കി ഉയർത്തിയതിനാൽ പ്രതിവർഷ വരുമാനം 3,75,000 രൂപ വരെ ഉള്ളവർക്ക് നികുതി നൽകേണ്ടതായി വരില്ല. അവർക്ക് 0 രൂപ ആയിരിക്കും നികുതി, അതായത് നികുതി ഇല്ല. ഇനി എവിടെയാണ് മാറ്റം വന്നിട്ടുള്ളത്? നമുക്ക് പഴയ ടാക്സ് അനുസരിച്ച് 3 ലക്ഷം മുതൽ 6 ലക്ഷം രൂപ വരെ പ്രതിശീർഷ വരുമാനമുള്ളവർ
5% നികുതിയാണ് നൽകിക്കൊണ്ടിരുന്നത്. ബജറ്റ് അവതരിപ്പിച്ചതോടെ അതിന് മാറ്റം വരികയാണ്. 3 ലക്ഷം രൂപ മുതൽ 7 ലക്ഷം രൂപ വരെ ഒരു വർഷം വരുമാനം ഉള്ള വ്യക്തി 5% നികുതി അടയ്ക്കേണ്ടി വരും. അതായത് കഴിഞ്ഞ തവണ നികുതി നൽകിയ ആ രീതിയുമായി പരിശോധിക്കുമ്പോൾ അവർക്ക് മാറ്റമുണ്ടാകുന്നത് 1 ലക്ഷം രൂപയുടെ വരുമാന മാറ്റം ആണ്. 3 മുതൽ 6 ലക്ഷം വരെ എന്നത് 3 മുതൽ 7 ലക്ഷം രൂപ വരെ എന്ന് മാറിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ 6 ലക്ഷം രൂപ മുതൽ 9 ലക്ഷം രൂപ വരെ പ്രതിവർഷ വരുമാനം ഉണ്ടായിരുന്നവർ 10% നികുതിയാണ് അടച്ചിരുന്നത്. ഇത്തവണ 7 മുതൽ 10 ലക്ഷം രൂപ വരെ എന്ന നിലയിലേക്ക് ഇത് ഉയർന്നിരിക്കുകയാണ്. അവിടെയും ഉണ്ടാകുന്ന മാറ്റം എന്നത് 1 ലക്ഷത്തിൻ്റെതാണ്. 9 ലക്ഷം രൂപ വരെ വരുമാനം ഉണ്ടായിരുന്നവർ 10% നികുതി അടയ്ക്കണമായിരുന്നുവെങ്കിൽ ഇനി 10 ലക്ഷം രൂപ വരെ വരുമാനം ഉള്ളവർ 10% നികുതി അടച്ചാൽ മതി എന്നുള്ളതാണ്. 15% നികുതി നൽകിയിരുന്നവരുടെ സാമ്പത്തിക ഘടന എപ്രകാരമായിരുന്നു എന്ന് പരിശോധിക്കാം. 9 ലക്ഷം രൂപ മുതൽ 12 ലക്ഷം രൂപ വരെ ഒരു വർഷം വരുമാനം ലഭിക്കുന്ന ജീവനക്കാർ ഉൾപ്പെടെ ഉള്ളവർ ആണ് 15% നികുതി അടച്ചിരുന്നത്. എന്നാൽ അതിൽ മാറ്റമുണ്ടാകുന്നു. 10 ലക്ഷം രൂപ മുതൽ 12 ലക്ഷം രൂപ വരെ ഒരു വർഷം വരുമാനം ലഭിക്കുന്നവർ ആണ് ഇനി 15% നികുതി അടയ്ക്കേണ്ടതായി വരുന്നത്. അവിടെയും ചെറിയ മാറ്റം ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ 12 മുതൽ 15 ലക്ഷം രൂപ വരെ പ്രതിവർഷ വരുമാനം ഉണ്ടായിരുന്നവർ 20% നികുതി അടയ്ക്കേണ്ടിയിരുന്നത്. അതിൽ ഇത്തവണ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. ബജറ്റ് പ്രഖ്യാപനത്തിൽ ഒരു മാറ്റവുമില്ല. 12 മുതൽ 15 ലക്ഷം രൂപ വരെ വരുമാനമുള്ളവർ 20% തന്നെ നികുതി നൽകണം. 15 ലക്ഷത്തിന് മുകളിൽ വരുമാനം ഉള്ളവർ, പ്രതിവർഷ വരുമാനം ഉള്ളവർ 30% നികുതിയാണ് നിലവിൽ നൽകിക്കൊണ്ടിരിക്കുന്നത്. ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിച്ചപ്പോഴും അതിൽ മാറ്റമൊന്നുമില്ല. 15 ലക്ഷത്തിന് മുകളിൽ പ്രതിവർഷ വരുമാനം ഉള്ളവർ 30% നികുതി തന്നെയാണ് തുടരേണ്ടി വരുന്നത്. എന്തായാലും സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് അത്ര ആശ്വാസകരമല്ല എന്ന് വിലയിരുത്തുമ്പോഴും ധനമന്ത്രി പറയുന്നത് ഒരു ശരാശരി ജീവനക്കാരനെ സംബന്ധിച്ചിടത്തോളം പ്രതിവർഷം 17,500 രൂപ വരെ ഈ പുതിയ സ്ലാബിലൂടെ ലാഭിക്കാൻ സാധിക്കും, നേട്ടമുണ്ടാക്കാൻ സാധിക്കും എന്നാണ്. അതോടൊപ്പം കേന്ദ്ര സർക്കാരിന് പ്രതിവർഷം 7,000 കോടി രൂപയുടെ നഷ്ടം ഉണ്ടാക്കുന്നുണ്ട് എന്നുകൂടിയാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരണ വേളയിൽ പറഞ്ഞത്. നരേന്ദ്രമോദി സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ കേരളത്തിന് അവഗണന. ബീഹാറിനും ആന്ധ്രാപ്രദേശിനും വൻകിട പദ്ധതികൾ ലഭിച്ചപ്പോൾ കേരളത്തിന് പദ്ധതികളൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല. സങ്കുചിത രാഷ്ട്രീയ താൽപര്യമാണ് ബജറ്റിൽ വ്യക്തമാക്കുന്നതെന്ന് കേരളത്തിൽ നിന്നുള്ള ഇന്ത്യ മുന്നണി എംപിമാർ പ്രതികരിച്ചു. NDA സഖ്യത്തിന്റെ ജീവൻ രക്ഷിക്കാനുള്ള ബജറ്റാണിതെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ കുറ്റപ്പെടുത്തി. ഒരു കടലാസ് പോലും കാണാതെയാണ് കേരള വിരുദ്ധ ബജറ്റെന്ന് UDF-ഉം LDF-ഉം പറയുന്നതെന്നും കേരളത്തിന് കൂടുതൽ പദ്ധതികളാണ് ലഭിക്കാൻ പോകുന്നതെന്നും K. സുരേന്ദ്രൻ പറഞ്ഞു. സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും കരകയറാൻ 24,000 കോടിയുടെ പ്രത്യേക പാക്കേജ്. സിൽവർ ലൈനും വിഴിഞ്ഞം തുറമുഖ വികസനത്തിനും ധനസഹായമടക്കം കേരളം കേന്ദ്രത്തിനു മുന്നിൽ നിരവധി ആവശ്യങ്ങളാണ് ഉന്നയിച്ചിരുന്നത്. ദീർഘകാല ആവശ്യമായ എയിംസിലും കേരളം ഇത്തവണ പ്രതീക്ഷ പുലർത്തിയിരുന്നു. 2 മലയാളി മന്ത്രിമാർ ഉള്ളതും തൃശൂരിലെ മിന്നുന്ന വിജയവും കേരളത്തിന്റെ പ്രതീക്ഷകൾ വർദ്ധിപ്പിക്കുകയും ചെയ്തു. എന്നാൽ 1.5 മണിക്കൂർ നീണ്ട ധനമന്ത്രിയുടെ ബജറ്റ് പ്രസംഗത്തിൽ ഒരിടത്തു പോലും കേരളം പരാമർശിച്ചില്ല. സങ്കുചിത രാഷ്ട്രീയ താൽപര്യമാണ് ബജറ്റിൽ വ്യക്തമായതെന്ന് കേരളത്തിൽ നിന്നുള്ള ഇന്ത്യ മുന്നണി എംപിമാർ ആരോപിച്ചു. കേരളത്തിന്റെ പേര് പോലും ബജറ്റിൽ എവിടെയും പരാമർശിച്ചിട്ടില്ല. സുരേഷ് ഗോപി പ്രഖ്യാപിച്ച എയിംസ് എവിടെയെന്നും എംപിമാർ ചോദിച്ചു. കേരളത്തിൽ നിന്നൊരു പാർലമെന്റ് അംഗത്തെ കൊടുത്താൽ കേരളം വികസിത സംസ്ഥാനമായി മാറുമെന്നും കേന്ദ്രത്തിൽ നിന്ന് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ ലഭ്യമാക്കാൻ കഴിയുമെന്നും ഒക്കെയുള്ള പ്രസ്താവനയോടുകൂടി തൃശ്ശൂരിൽ നിന്നും ലോക്സഭയിലേക്ക് ശ്രീ സുരേഷ് ഗോപി ജയിച്ചതിന് ശേഷം കേരളത്തിന് വേണ്ടി കേരളത്തിന്റെ പേരൊന്ന് ബഡ്ജറ്റിൽ പരാമർശിക്കാൻ ഒരു സ്ഥലത്ത് പോലും പരാമർശിക്കാൻ പോലും തയ്യാറായില്ല. തികച്ചും സങ്കുചിതമായ രാഷ്ട്രീയ പ്രേരിതമായി പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു ബഡ്ജറ്റാണ്. അത് ഒരു തരത്തിലും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത നിലയിലാണ്. രാജ്യത്തിന്റെ പൊതു സ്വഭാവം നിലനിർത്തിക്കൊണ്ടുള്ള ഒരു ബഡ്ജറ്റല്ല, തികച്ചും സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. കേരളത്തോടുള്ള കനത്ത വിവേചനം തന്നെയാണ് ഇത്തരം കാര്യങ്ങളിൽ കേവല പരാമർശം പോലും ഇല്ലാത്തത്. ബജറ്റ് നിരാശാജനകവും കേരള വിരുദ്ധവുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ കുറ്റപ്പെടുത്തി. മുന്നണി എന്ന നിലയിൽ മോദി സർക്കാരിന്റെ രാഷ്ട്രീയ നേട്ടത്തിനായുള്ള ബജറ്റാണിത്. ഫെഡറലിസം എന്ന് പറയാൻ
മോദി സർക്കാരിന് ഒരു അർഹതയുമില്ല. യഥാർത്ഥത്തിൽ ഇന്ന് കേന്ദ്ര ധനകാര്യമന്ത്രി അവതരിപ്പിച്ച ബഡ്ജറ്റ് മോഡി ഗവൺമെന്റിന്റെ ആരോഗ്യത്തെ കരുതിയും ദുർബലമായ മുന്നണി ഗവൺമെന്റ് എന്ന നിലയിൽ മോഡി ഗവൺമെന്റിന്റെ ആയുസ്സിനും ഭാവിക്കും വേണ്ടി മാത്രം നടത്തിയ ഒരു രാഷ്ട്രീയ ഗിമ്മിക്കും പൊളിറ്റിക്കൽ എക്സസൈസുമായി മാറി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഫെഡറലിസത്തിന്റെ കാര്യം പറയാൻ മോഡി ഗവൺമെന്റിന് അർഹതയില്ല എന്ന് തെളിയിക്കുന്നതാണ് ഇന്നത്തെ ബഡ്ജറ്റ്. കേരളത്തിന് വകയിരുത്തുകയല്ല, കേരളത്തെ വകവരുത്തുകയാണ് കേന്ദ്ര സർക്കാരിന്റെ ബജറ്റ് എന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പ്രതികരിച്ചു. ബജറ്റിൽ കേരളത്തെ അവഗണിച്ച കേന്ദ്ര നിലപാട് കേരള ജനതയോടുള്ള വെല്ലുവിളിയെന്നായിരുന്നു മന്ത്രി കെ രാജന്റെ പ്രതികരണം. രാഷ്ട്രീയ അസ്ഥിരത പരിഹരിക്കാനുള്ള ഡോക്യുമെന്റാക്കി ബജറ്റിനെ മാറ്റിയെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ വിമർശിച്ചു. ബജറ്റിൽ കേരളത്തിന്റെ പേര് പോലുമില്ല. ബജറ്റിലുള്ളത് സങ്കുചിത രാഷ്ട്രീയ താൽപര്യം മാത്രമെന്നും വി.ഡി. സതീശൻ വാർത്താക്കുറിപ്പിൽ പറഞ്ഞു. പാലും തേനും ഒഴുക്കും എന്നായിരുന്നു വാഗ്ദാനം. പക്ഷേ ബജറ്റിൽ കേരളമെന്ന വാക്ക് തന്നെയില്ലെന്ന് പി.കെ. കുഞ്ഞാലിക്കുട്ടി ആരോപിച്ചു. എന്തെല്ലാം പ്രോമിസസ് ആണ് തെരഞ്ഞെടുപ്പ് കാലത്ത് ഇവിടെ കൊടുത്തത്. ഒരു സീറ്റെങ്ങാനും ജയിക്കുകയും ഒരു മന്ത്രി എങ്ങാനും ഉണ്ടാവുകയും ചെയ്താൽ ഇവിടെ പാലും തേനും ഒഴുകുന്നാണ് പറഞ്ഞത്. അവസാനം കേരളം എന്ന ഒരു വാക്കുപോലുമില്ല. ബീഹാറോ ആന്ധ്രയ്ക്ക് എത്ര പ്രാവശ്യമാണ് വന്നത്? അപ്പോൾ തൽക്കാലം ഈ ഭൂരിപക്ഷമില്ലാത്ത ഗവൺമെന്റിനെ നിലനിർത്തണം എന്നല്ലാതെ ദീർഘകാല അടിസ്ഥാനത്തിൽ നാടിൻ്റെ പുരോഗതി അതിനനുസരിച്ചൊരു ബഡ്ജറ്റ് എന്ന ചിന്ത ഇപ്പോൾ തൽക്കാലം അവർക്കില്ല. ഗവൺമെന്റ് മുരടിച്ചു പോയി. അതേസമയം കേന്ദ്ര ബജറ്റിനെതിരെ ഉയരുന്ന വിമർശനങ്ങൾക്ക് മറുപടിയുമായി ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രംഗത്തുവന്നു. ഒരു കടലാസ് പോലും കാണാതെയാണ് കേരള വിരുദ്ധ ബജറ്റെന്ന് യു.ഡി.എഫും എൽ.ഡി.എഫും പറയുന്നത്. കേരളത്തിന് ഒരു അവഗണനയും ഉണ്ടായിട്ടില്ലെന്നും കൂടുതലായി ലഭിക്കാനാണ് പോകുന്നത് എന്നും കെ. സുരേന്ദ്രൻ പറഞ്ഞു. കേരളത്തിന് ഒരു അവഗണനയും ഇതുവരെ ഉണ്ടായിട്ടില്ല, ഈ വർഷവും ഉണ്ടാവില്ല. ബജറ്റിൽ എയിംസ് കഴിഞ്ഞ തവണയും വന്ന ബജറ്റുകൾ പ്രഖ്യാപിച്ചിട്ടില്ല. എല്ലാം ബജറ്റിലാണ് പ്രഖ്യാപിക്കുന്നതെന്ന് പറയുന്നില്ല. അത് ചില പാക്കേജുകൾ പ്രഖ്യാപിക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾ പറയുന്നതാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. വീണ്ടും ഇടവേള. നീറ്റ് UG പരീക്ഷ വീണ്ടും നടത്തില്ല. പുനഃപരീക്ഷയില്ലെന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടു. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ പാട്നയിലും ഹസാരിബാഗിലും ചോർന്നു. ഇതിൽ തർക്കമില്ല. വ്യാപക ക്രമക്കേട് നടന്നതിന് തെളിവുകളില്ല. CBI അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. 155 വിദ്യാർത്ഥികൾ ചോദ്യപേപ്പർ ചോർച്ചയിലൂടെ ആനുകൂല്യം നേടിയെന്നാണ് CBIയുടെ ഇതുവരെയുള്ള നിഗമനമെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി. നിപ സംശയിച്ച് പരിശോധനയ്ക്കയച്ച കൂടുതൽ സാമ്പിളുകളിൽ ആശ്വാസഫലം. ഇതുവരെ വന്ന 12 ഫലങ്ങളും നെഗറ്റീവാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. 54 പേരെ കൂടി ഉൾപ്പെടുത്തി 460 പേരാണ് സമ്പർക്ക പട്ടികയിലുള്ളതെന്നും ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. നമുക്ക് ഇതുവരെ ഇന്ന് പരിശോധിച്ച സാമ്പിളുകളും നെഗറ്റീവാണ്. ഇന്ന് 12 സാമ്പിളുകളുടെ ഫലമാണ് ഇതുവരെ വന്നത്. അത് ആ 12 സാമ്പിളും നെഗറ്റീവാണ്. 5 സാമ്പിളുകളുടെ ഫലം അത് ഏതാനും ഒരു അരമണിക്കൂറിനുള്ളിൽ ആ ഫലം കൂടി നമുക്ക് ലഭ്യമാകും. അത് ആശ്വാസകരമാണ്. പക്ഷെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഐസൊലേഷനിലുള്ളവർ, ക്വാറന്റൈനിലുള്ളവർ നിർബന്ധമായിട്ടും ആ 21 ദിവസം ക്വാറന്റൈനിലായിരിക്കണം. ക്വാറന്റൈൻ ലംഘിക്കാൻ പാടില്ല. പ്രോട്ടോക്കോളിന് വിരുദ്ധമായി അല്ലെങ്കിൽ മാനദണ്ഡത്തിന് വിരുദ്ധമായി ക്വാറന്റൈൻ ലംഘിച്ചാൽ അത് പൊതുജനാരോഗ്യ നിയമത്തിനെതിരാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിനനുസരിച്ചിട്ടുള്ള നടപടികളും നമുക്ക് സ്വീകരിക്കേണ്ടതായിട്ട്. എറണാകുളത്ത് H1N1 പനി ബാധിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. ആലങ്ങാട് 4 വയസ്സുകാരൻ മരിച്ചത് H1N1 ബാധിച്ചാണെന്ന് സ്ഥിരീകരിച്ചതോടെ ജില്ലയിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ആരോഗ്യവകുപ്പ്. ഈ മാസം 3 പേരാണ് H1N1 ബാധിച്ചു മരിച്ചത്. 145 പേർ ഈ വർഷം മരിച്ചു. 11 പേർക്ക് പരിശോധനയിലൂടെ രോഗം സ്ഥിരീകരിച്ചു. രോഗബാധ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകി. പനി, തുമ്മൽ, തൊണ്ടവേദന, മൂക്കൊലിപ്പ്, ചുമ, ശ്വാസതടസ്സം, ഛർദി എന്നിവയാണ് രോഗലക്ഷണങ്ങൾ. രോഗബാധയുള്ളവർ മൂക്കും വായും മറയ്ക്കാതെ തുമ്മുകയും ചുമയ്ക്കുകയും ചെയ്യുന്നതിലൂടെയും മറ്റുള്ളവരുമായി അടുത്തിടപഴകുന്നതിലൂടെയും രോഗിയുടെ സ്രവങ്ങൾ പുരളാനിടയുള്ള പ്രതലങ്ങൾ സ്പർശിക്കുന്നതിലൂടെയുമാണ് രോഗം മറ്റുള്ളവരിലേക്ക് പകരുന്നത്. രോഗലക്ഷണങ്ങൾ തുടക്കത്തിലെ തിരിച്ചറിഞ്ഞ് കൃത്യസമയത്ത് ചികിത്സ നേടണമെന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ നിർദ്ദേശം. ഈ H1N1 ഉണ്ടാക്കുന്ന
ആ രോഗത്തിൻ്റെ പേരാണ് സ്വൈൻ ഫ്ലൂ അല്ലെങ്കിൽ പന്നിപ്പനി. അതിൻ്റെ ഒരു പകർച്ചവ്യാധിയാണ് ഇപ്പം നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് സാധാരണ രീതിയിൽ ഒരു കോമൺ കോൾഡ് പോലെ വന്നങ്ങ് പോകേണ്ടതേ ഉള്ളൂ. ഒട്ടുമിക്ക ആളുകൾക്കും സാധാരണ ഒരു ജലദോഷപ്പനി പോലെ വന്ന് കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ലാതെ പ്രത്യേകിച്ച് മരുന്നുകളോ ഒന്നും ആവശ്യമില്ലാതെ തന്നെ പോകേണ്ട ഒരു പനിയാണ്. എന്നാൽ ചിലരിൽ ഇത് കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കാം. 2 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളിൽ സൂക്ഷിക്കണം, 65 വയസ്സിന് മുകളിലുള്ളവർ, പിന്നെ ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ, പ്രഗ്നന്റ് ലേഡീസ്, അതായത് ഡയാലിസിസ് പേഷ്യൻസ്, കിഡ്നി ഫെയിലിയർ, ഹാർട്ട് ഫെയിലിയർ, അല്ലെങ്കിൽ ഡയബറ്റീസ് ഉള്ള പേഷ്യൻസ്, HIV പേഷ്യൻസ്, അല്ലെങ്കിൽ ലോങ് ടേം ആയിട്ട് സ്റ്റിറോയിഡ് എടുത്തുകൊണ്ടിരിക്കുന്ന രോഗികൾ, ഇങ്ങനെയൊക്കെയുള്ളവർക്കാണ് കൂടുതൽ സൂക്ഷിക്കേണ്ടത്. H1N1 പനിക്ക് സർക്കാർ ആശുപത്രികളിൽ സൗജന്യ പരിശോധനയും ചികിത്സയും ലഭ്യമാണ്. H1N1 സ്ഥിരീകരിക്കുന്ന പ്രദേശത്ത് പരിശോധനകൾ ശക്തമാക്കാനാണ് ആരോഗ്യവകുപ്പിന്റെ തീരുമാനം. ന്യൂസ് 18 കൊച്ചി. മലപ്പുറം കുടുംബ കോടതിയിൽ വീട്ടമ്മയ്ക്ക് വെട്ടേറ്റു. വണ്ടൂർ സ്വദേശി ബൈജു ആണ് ഭാര്യ മാതാവ് ശാന്തയെ വെട്ടിയത്. ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കത്തിയും വാളും ഉപയോഗിച്ച് പ്രായമായ വീട്ടമ്മയുടെ പുറത്ത് വെട്ടുകയും മുടി പൂർണ്ണമായും മുറിച്ചു മാറ്റുകയുമായിരുന്നു. ഇനി നോക്കാം സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6485 രൂപ, പവന് 51,960 രൂപ. 18 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 5485, പവന് 43,880 രൂപയും. വെള്ളി ഗ്രാമിന് 92 രൂപ, കിലോഗ്രാമിന് 92,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ലൈവ് at 6 പൂർണ്ണമാകുന്ന ഇടവേളയ്ക്ക് ശേഷം കാണാം പ്രൈം ഡിബേറ്റ്. നമസ്കാരം.